ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റീനാസ് ഗുഡ് റെസിപ്പീസ്. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി നല്ലൊരു ഫിഷ് കറിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. അങ്കമാലി സ്റ്റൈൽ ഫിഷ് മാംഗോ കറി. നമ്മുടെ ചാനലിൽ അങ്കമാലി സ്റ്റൈൽ മാങ്ങാ കറിയുടെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ചാനലിൽ സപ്പോർട്ട് ചെയ്യണേ. വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും. അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനെടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ നല്ല ഒരു ഉറച്ച മാംസമുള്ള മീനാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അങ്ങനെയാണ് നമ്മൾ അങ്കമാലി ഫിഷ് കറിയിൽ എടുക്കുന്നത്. ആദ്യം നമുക്ക് മാങ്ങ കറിയിൽ ചെയ്യുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിലോട്ടായിട്ട് 2 സവോള സ്ലൈസ് ചെയ്ത്, ഒരു കഷ്ണം ഇഞ്ചി മുറിച്ചത്, ഇതിൽ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. അതുപോലെ 2-3 പച്ചമുളക്, ഇതെല്ലാം നമുക്ക് അങ്കമാലി മാങ്ങാക്കറിയിലെ പോലെ നമുക്കൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതാണ് ഈ കറിയുടെ തയ്യാർ ചെയ്യുന്നതിലുള്ള ഒരു പ്രത്യേകത. ഓരോ ദേശത്തെയും ഓരോ സ്റ്റൈലിൽ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടാണല്ലോ അതിൻ്റെ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരുത്തുന്നത്. നമുക്ക് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിക്കാം. എരിവിൻ്റെ പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും ഗ്ലൗസ് ഉപയോഗിക്കുക. സവോളയൊക്കെ ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിയിൽ ഒന്ന് പ്രസ് ചെയ്യാം. ഉപ്പും നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. നമ്മളിത് സാധാരണ ചെയ്യുന്ന പോലെ എണ്ണയിൽ വഴറ്റി എടുക്കുന്നില്ല, പകരം ഇങ്ങനെ യോജിപ്പിച്ച ശേഷം വേവിച്ചാണ് എടുക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാവുന്ന മല്ലിപ്പൊടിയാണ്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ കുതിർത്ത ശേഷമാണ് ചേർക്കുന്നത്. കാരണം അതിൻ്റെ ഒരു പച്ച ചുവയെന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളിത് വഴറ്റിയെടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇതിലോട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതൊന്ന് നമുക്കൊന്ന് തിരുമ്മി യോജിപ്പിക്കാം. മല്ലിപ്പൊടിയുടെ ടേസ്റ്റാണ് ഈ കറിയിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വിനാഗിരിയാണ് ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ചുർക്ക എന്ന് പറയുന്ന, അല്ലെങ്കിൽ കള്ളിൽ നിന്ന് നേരിട്ട് തയ്യാർ ചെയ്യുന്ന വിനാഗിരിയാണ് ഈ വക കറികളിൽ ചേർക്കാറ്. അത് കിട്ടുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ അതും കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. നമ്മൾ കല്യാണ ദിവസങ്ങളിൽ അല്ലെങ്കിൽ തലേന്ന് ഒക്കെ തയ്യാർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ഈ വിനാഗിരി എന്ന് പറഞ്ഞത് നല്ലൊരു പ്രിസർവേറ്റീവായിട്ടും ആക്ട് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണ് ഈ കറി തയ്യാർ ചെയ്യുന്നത്. അപ്പോൾ കറി ഒന്ന് മോശമായി അഴുക്കായി പോകാതിരിക്കാൻ വിനാഗിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം അതിലോട്ട് 2-ാം പാൽ ചേർത്തൊന്ന് വേവിക്കാം. 2 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. പാൽ ചേർത്ത് വേവിക്കാം. മാങ്ങയും കുറച്ചൊന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. കറി അല്പം നീണ്ട പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് നല്ല അളവിൽ തന്നെ 2-ാം പാൽ ചേർത്ത് കൊടുത്തത്. ഇനി നമുക്ക് ഇതിലോട്ട് മീൻ കഷ്ണം മീനായിട്ടുള്ള പീസായിട്ട് മുറിക്കുന്ന
ഉറച്ച മാംസമുള്ള മീനാണ് ഇതിലോട്ട് സാധാരണ എടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് 1-ാം പാൽ 1/2 കപ്പ് ചേർക്കാം. നല്ല കുറുകിയ പാലാണ് ചേർക്കേണ്ടത്. നന്നായിട്ട് ഒന്ന് തിളച്ച് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഒരു വറ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ കടുക് ചേർക്കുന്നില്ല. ഉള്ളിക്ക് പകരം സവോളയാണ് ചേർക്കുന്നത്. സവോള ബ്രൗൺ ആയി കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. നമുക്കിത് മീൻ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മാങ്ങ സീസണിൽ നല്ല രുചി ഉള്ള ഒരു വ്യത്യസ്തമായ രുചിയുള്ള ഈ മാങ്ങാക്കറി ഒന്ന് തയ്യാർ ചെയ്യുക. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ഒരു രുചിയുള്ള കറിയാണ്. ഈ രീതി തയ്യാറാക്കാതെ നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.